ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ചാലക്കുടി നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ചു. വാഹനത്തിൽ വീടുകളിൽ നേരിട്ടെത്തി ആധുനിക സംവിധാനങ്ങളോടെ ടോയ്ലറ്റ് മാലിന്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഓൺലൈനായി നിർവഹിച്ചു. ഭൂമി ലഭ്യമാവുന്നിടത്തെല്ലാം ശുചിമുറി മാലിന്യ സംസ്കരണത്തിനുള്ള ശാസ്ത്രീയ പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ടത് കേരളത്തിൻ്റെ വികസന മുൻഗണനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സാധിക്കാത്തതിന് പ്രധാന പ്രശ്നം ഭൂമിയുടെ ലഭ്യത കുറവാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ ആദ്യമായി ചാലക്കുടിയിൽ സജ്ജമായ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മറ്റ് തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്ന് മുഖ്യാതിഥി ബെന്നി ബെഹനാൻ MP അഭിപ്രായപ്പെട്ടു. മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വാഹനം ഫ്ലാഗ് ഓഫ് കർമ്മം അദ്ദേഹം നിർവഹിച്ചു. 2023-24 വാർഷിക പദ്ധതിയിൽ 50 ലക്ഷം രൂപ വകയിരുത്തിയാണ് മാലിന്യ സംസ്കരണ സംവിധാനത്തിന് നാഴികക്കല്ലാവുന്ന പദ്ധതി നഗരസഭ നടപ്പിലാക്കുന്നത്. വാഹനത്തിൽ തയ്യാറാക്കിയ ആധുനിക യന്ത്രസാമഗ്രികൾ ഉൾപ്പെടുന്ന പ്ലാന്റ് വീടുകളിലും സ്ഥാപനങ്ങളിലും നേരിട്ടെത്തി സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സംവിധാനമാണിത്. ഒരു ട്രക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്ലാന്റ് സെപ്റ്റിക് ടാങ്കുകളിലെ ഉള്ളടക്കങ്ങൾ പൂർണ്ണമായും കൈകാര്യം ചെയ്യാൻ കഴിയും വിധമാണ് പ്രവർത്തിക്കുക. MTU സംസ്കരിച്ചതിന് ശേഷമുള്ള വെള്ളം മലിനീകരണമില്ലാത്തതും കൃഷിക്കും മറ്റുപയോഗിക്കാനും സാധിക്കും. അപകടകാരികളായ അണുക്കളോ മറ്റു മാലിന്യങ്ങളോ സംസ്കരിച്ച ജലത്തിൽ ഉണ്ടാവില്ല. മണവും ഈ ജലത്തിനുണ്ടാവില്ല. സംസ്കരണത്തിന് ശേഷം ബാക്കി വരുന്ന ഖരമാലിന്യം യന്ത്ര സംവിധാനത്തിൽ തന്നെ ഉണക്കി ചെറിയ ബ്രിക്കറ്റുകളാക്കി മാറ്റും. കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകൃത സ്ഥാപനമായ ഡിണ്ടിഗലിലെ WASH ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തിരുവനന്തപുരത്തെ ഭൗമ എൻവിറോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷനാണ് നഗരസഭയ്ക്ക് വേണ്ട ഇതിൻ്റെ നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുക. തുടർ പ്രവർത്തനവും പരിപാലനയും ഇവരെ തന്നെയാണ് നഗരസഭ ഏൽപ്പിച്ചിരിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സംസ്കരണ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കുന്ന സംവിധാനം കൂടിയാണിത്. ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൻ്റെ ശേഷി മണിക്കൂറിൽ 6000 ലിറ്ററാണ്. മുൻകൂർ ബുക്കിംഗ് അനുസരിച്ച് വിവിധ സ്ഥലങ്ങളിൽ പ്ലാന്റ് പ്രവർത്തിക്കും. യൂസർ ഫീ കൗൺസിൽ തീരുമാനം അനുസരിച്ച് ഈടാക്കും. ചാലക്കുടി നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷനായി. ആരോഗ്യകാര്യ ചെയർമാൻ ദിബു ദിനേശ്, വികസനകാര്യ ചെയർമാൻ ജോർജ് തോമസ്, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ജിജി ജോൺസൺ, പൊതുമരാമത്ത് കാര്യ ചെയർപേഴ്സൺ സൂസമ്മ ആൻ്റണി, വിദ്യാഭ്യാസ ചെയർപേഴ്സൺ സൂസി സുനിൽ, പാർലമെൻ്ററി ലീഡർമാരായ ഷിബു വിലപ്പൻ, CS സുരേഷ്, വാർഡ് കൗൺസിലർ റോസി ലാസർ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KK മനോജ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ സണ്ണി ജോർജ്, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർമാരായ രജിനേഷ് രാജൻ, മുൻ നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ, DYSP MK അശോകൻ, ക്ലീൻ സിറ്റി മാനേജർ C സുരേഷ് കുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം ചാലക്കുടി.